ഹായ് ഫ്രണ്ട്സ്, ശാന്തി മുരുകനാണേ. ഇന്ന് നമ്മുടെ കുഞ്ഞു മക്കളുടെ സ്കൂൾ തുറക്കുന്നതിൻ്റെ പ്രവേശനോത്സവമായിരുന്നു. അപ്പോൾ ആ മക്കൾക്ക് വേണ്ടിയിട്ട് 2 വാക്ക് ഞാൻ പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ. അപ്പം അവർക്ക് വേണ്ടി 2 വാക്ക്. അപ്പോൾ ആദ്യം അവർക്ക് പറയുന്നതിന് മുമ്പ് നമ്മുടെ കാലഘട്ടത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാലോ. അന്നൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂളിലേക്ക് ചേരാൻ പോകുന്ന ദിവസം ശരിക്കും പറയാൻ നമ്മൾ നല്ല കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും. കാരണം എന്താ, നമ്മൾ പഠിച്ച സാഹചര്യങ്ങളാണ് നമ്മളെ പേടിപ്പെടുത്തിയത്. കാരണം ഹരിശ്രീ എന്ന ആദ്യാക്ഷരം കുറിക്കാൻ പോകുമ്പോൾ നമ്മളത് പഠിക്കാൻ കുറേ പാടുപെടും. അപ്പോൾ അന്ന് അങ്ങനെ പാടുപെട്ടിരുന്ന ഒരു സമയത്ത് നമ്മളത് നല്ലതായിട്ട് എഴുതിയില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്ന് നന്നായിട്ട് അടിയും കിട്ടും. തൊടയിലെ കുറേ തൊലികളും പോകും പിച്ച് കൊണ്ടിട്ട്. അതൊക്കെ അനുഭവിക്കാത്ത ആരും ഉണ്ടാവില്ല. ആരും കള്ളം പറയണ്ട. ഒരു പ്രാവശ്യമെങ്കിലും കിട്ടാത്ത ആരും ഉണ്ടാവില്ല. എനിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ആദ്യം നമ്മൾ അങ്ങനെയായിരുന്നു. കാരണം അതൊരു സത്യം പറഞ്ഞാൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നല്ല സന്തോഷവും സുഖകരവുമായ ഓർമ്മകളാണ്. പക്ഷെ അന്നതൊക്കെ പേടിയായിരുന്നു. അപ്പം അങ്ങനെയുള്ളൊരു സമയത്താണ് നമ്മൾ സ്കൂളിലേക്ക് ചേരുന്നത്. അപ്പം എന്താ ശരിക്കും പറഞ്ഞാൽ ആ ഹരിശ്രീയാണ്. അന്ന് അംഗൻവാടികളൊക്കെ കുറവുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഹരിശ്രീ നിലത്തെടുത്ത് കളരിയിൽ ഒരു 2 ടീച്ചേഴ്സിൻ്റെ അടുത്താണ് പോയി പഠിച്ചത്, നിലത്തെടുത്ത് പഠിച്ചത്. ഒന്ന് ചെല്ലമ്മ എന്ന് പറഞ്ഞിട്ട് ഉള്ള ചെല്ലമ്മ അമ്മ എന്നാണ് വിളിക്കുന്നത്. അപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ടീച്ചറാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അടിയൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിലും എനിക്കങ്ങനെ അടി കിട്ടലൊക്കെ കുറവാട്ടോ. എന്ന് വെച്ചാൽ അങ്ങനെ എന്നെ ഉപദ്രവിക്കാറൊന്നുമില്ല. അത്യാവശ്യം നല്ലതായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു ഞാൻ. അവിടെ നിന്നിപ്പം കുറച്ച് നാൾ കഴിഞ്ഞപ്പം നിലത്തെഴുത്ത് ഹരിശ്രീ ഗണപതായേ നമ എന്നുള്ളതും ആ ഇ എന്നുള്ളതും എന്നെ പഠിപ്പിച്ചത് ചെല്ലമ്മ ടീച്ചറാണ്. അപ്പം അതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് പിന്നെ കുറച്ചുകൂടെ വലിയ വലിയ വാക്കുകളുണ്ടല്ലോ, അതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ചെമ്പകക്കുട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ടീച്ചറിൻ്റെ അടുത്താണ് പോയത്. ഒക്കെ എൻ്റെ വീടിനടുത്തുള്ളവരാണ്. അപ്പം എല്ലാം ശരിക്കും പറഞ്ഞാൽ ടീച്ചറെ എന്ന് വിളിക്കുന്നതിനേക്കാളും ചെമ്പാമ്മേ അല്ലെങ്കിൽ ചെല്ലമ്മാമ്മേ അങ്ങനെയൊക്കെയാണ് വിളിക്കൽ. അപ്പം അത് അന്നൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലതായിട്ട് സ്വയം പുകഴ്ത്തിയാന്ന് വിചാരിക്കേണ്ട. അത്യാവശ്യം പഠിക്കുന്ന കുട്ടി ആയതുകൊണ്ട് പുതിയതായിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഞാനാണ് ഹരിശ്രീയൊക്കെ ടീച്ചർ പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം ഞാനാണ് അവരെ ഇങ്ങനെ എഴുതിക്കലൊക്കെ. പണ്ടൊക്കെ നമ്മുടെ സ്കൂളുകളിൽ ടീച്ചേഴ്സ് കുറച്ച് ഒരു പാരഗ്രാഫ് പഠിപ്പിക്കും. എന്നിട്ട് അതിന് ശേഷം സ്കൂളിൽ ക്ലാസ്സിൽ ഒരു കുട്ടി അത് വായിച്ചു കൊടുക്കും. വീണ്ടും മറ്റുള്ള കുട്ടികൾ അത് നോക്കിയിരിക്കും. അങ്ങനെ അങ്ങനെ നമ്മൾ തറവാക്കിയ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു അതേപോലെ തന്നെയായിരുന്നു ഞാൻ നിലത്തെഴുത്ത് പഠിച്ച സമയത്തും അങ്ങനെ തന്നെയായിരുന്നു. അപ്പം കുറച്ച് മുതിർന്ന കുട്ടി ഞാനായതുകൊണ്ട് പുതിയതായിട്ട് വരുന്ന കുട്ടികൾക്ക് ടീച്ചർ ഇങ്ങനെയെല്ലാം എഴുതിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. എന്നിട്ട് വീണ്ടും തറവാകാൻ വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് അവരുടെ കൈയൊക്കെ പിടിപ്പിച്ച് എഴുതുമായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു എൻ്റെത്. പക്ഷെ എന്നാൽ ഈ തല്ലുകൊണ്ടതിൻ്റെയും ഒക്കെ ഒരു പേടിയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്കൂളെന്നൊക്കെ പറയുന്നത് എന്തോ വലിയൊരു ലോകമായിട്ടൊക്കെയായിരുന്നു അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പം പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികളെ പോലെ വലിയ ആഷ്പൂഷായിട്ട് പോകൽ ഒക്കെ കുറവാണല്ലോ. എന്ന് വെച്ചാൽ പുതിയ ബാഗ് വാങ്ങൽ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമൊന്നും അല്ല. അപ്പം എന്നാലും അതുകൊണ്ട് വലിയ സന്തോഷിച്ച് അങ്ങനെ പോകുന്ന ഒരു സമയമൊന്നും ആയിരുന്നില്ല എൻ്റെ കുഞ്ഞിക്കാലമൊക്കെ. അപ്പോൾ അതുകൊണ്ടൊരു പേടിയോട് കൂടി തന്നെയാണ് ഞാനൊക്കെ പോയിരുന്നത് സ്കൂളിൽ. പക്ഷെ ഇന്നത്തെ കാരിക്കേച്ചറിലൊക്കെ കാണിക്കും പോലെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന ആ സിസ്റ്റമൊന്നും ഉണ്ടായിരുന്നില്ല. പോകുമായിരുന്നു ഞാൻ സ്കൂളിൽ. അപ്പം അതൊക്കെ ഇന്നത്തെ പ്രവേശനോത്സവത്തിൽ ഓരോ സ്കൂളിൻ്റെയും വാതിക്കൽ ഇങ്ങനെ ചെണ്ടകൊട്ടും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു മക്കളെ എതിരേക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ കണ്ടപ്പം എൻ്റെ കുട്ടിക്കാലവും എൻ്റെ സ്കൂൾ കാലഘട്ടമൊക്കെ എൻ്റെ മെമ്മറിയിലേക്കൊന്ന് വന്നു. അത് നിങ്ങളുമായിട്ടൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പം ഞാൻ പറയാൻ വന്ന എൻ്റെ കുഞ്ഞിന് മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു 2 വാക്ക് സംസാരിക്കാനാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്ന് സന്തോഷത്തോടുകൂടി പുതിയ സ്കൂൾ ബാഗും പുതിയ ഉടുപ്പുകളും, യൂണിഫോം അല്ല പുതിയ ഉടുപ്പുകളും പുതിയ ഷൂവ് എന്താ പറയണ്ടത് എല്ലാം പുതിയ സാധനങ്ങളെല്ലാം കിട്ടിയിട്ട് സ്കൂളിലേക്ക് അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അച്ഛനും അമ്മയ്ക്കും പോകാൻ പറ്റിയില്ലെങ്കിൽ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ ഒക്കെ ഒപ്പം
ഇനി ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ ഓട്ടോ ചേട്ടന്മാരുടെ കൂടെയാണെങ്കിലും നമ്മുടെ മാമന്മാരോ അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിലുള്ള ചേട്ടന്മാരോ ഒക്കെ ആയിരിക്കാം ചിലപ്പം കുട്ടികളെ കൊണ്ടുപോകുന്നത്. അങ്ങനെയും ഉണ്ട്. കാരണം ചിലപ്പോൾ ലീവ് എടുക്കാൻ പറ്റാത്ത എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന ലീവ് എടുക്കാൻ പറ്റാത്ത അച്ഛനമ്മമാരൊക്കെ ഉണ്ടാവാം. അപ്പം ആ സമയത്ത് ചിലപ്പം വീടിനടുത്തുള്ള ഓട്ടോ ചേട്ടനോ അല്ലെങ്കിൽ പരിചയത്തിലുള്ള ഏതെങ്കിലും അങ്കിളുമാരോ അങ്ങനെയൊക്കെ ആണല്ലോ കൊണ്ടുപോകുന്നത്. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിലും സന്തോഷത്തോടെ, ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ വളരെ സന്തോഷത്തിലാട്ടോ പോണത്. ബാഗൊക്കെ പുറത്ത് തൂക്കി അങ്ങനെ പോകുന്ന കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പക്ഷേ അതിൽ എനിക്ക് ഒരു ഇത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ആ കുഞ്ഞു മക്കളും വളരും. അവർ 1 തുടങ്ങി 10ാം ക്ലാസ്സിലേക്ക് എത്തി, അവിടെ നിന്ന് +2 ആയി, അതിനുശേഷം ഡിഗ്രി ആയി, അതിനുശേഷം ഓരോരോ പ്രൊഫഷൻ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ട് അവർ തിരഞ്ഞെടുക്കും. പക്ഷെ അവിടെ എല്ലായിടും പതുങ്ങിയിരിക്കുന്ന സംഭവങ്ങളുണ്ട്. അക്രമമുണ്ട്, ലഹരിയുണ്ട്. അപ്പം ഈ ലഹരിക്കും അക്രമങ്ങൾക്കും ഒന്നും അടിപ്പെടാതെ നല്ല മക്കളായി, നല്ല മനസ്സിലുടമകളായ മക്കളായിട്ട് വളരുവാനും ഉയരങ്ങളിലേക്ക് നല്ല കോഴ്സുകളെടുത്ത് പഠിക്കുവാനും എൻജിനീയർമാരോ ഡോക്ടർമാരോ എന്താ പറയണ്ടേ, ഇവിടെ എന്താണ് നല്ലത് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രൊഫഷൻസ് ഉണ്ട്. നമ്മൾ പെട്ടെന്ന് എപ്പോഴും ഡോക്ടർ, എൻജിനീയർ എന്നൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് പറയുന്നത്. അത് തന്നെ ഞാനും പറയുന്നത്. ആ മേഖലയിലേക്കൊക്കെ മക്കൾ എത്തിപ്പെടാനും അതിനേക്കാൾ ഉയരും IAS IPS അങ്ങനെയൊക്കെ ആകാനുള്ള ഒരുപാട് മക്കൾ ഇന്ന് സ്കൂളിലേക്ക് പോയിട്ടുണ്ട് ആദ്യപടി ചവിട്ടാനായിട്ട്. അപ്പം അംഗൻവാടികളും LKGയും UKGയും ഒക്കെ കടന്ന് പുതിയ സ്കൂളിലേക്ക് ഇന്ന് ചേരാൻ പോയ എല്ലാ മക്കൾക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് എൻ്റെ മനസ്സിൽ നിന്നും എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ ആ മക്കൾക്ക് ആശീർവാദവും അനുഗ്രഹവും നൽകുകയാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും സർവേശ്വരൻ കൊടുക്കട്ടെ. ഓക്കെ, താങ്ക് യു.